സഹൃദയരെ, ഗിരിജ തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്ന ഇരട്ടടി ഇവിടെ ആരംഭിക്കുകയാണ്. ഈ കഥ തികച്ചും സാങ്കല്പികം മാത്രം. കഥ പറയുമ്പോൾ കഥാപാത്രങ്ങൾക്ക് നിങ്ങളുടെ അടുത്തിരിക്കുന്നവരുമായി സാമ്യം തോന്നുന്നു എങ്കിൽ അത് തികച്ചും സ്വാഭാവികമാണെന്നും അതിന് അണിയറയിൽ പ്രവർത്തിച്ചവർ ആരും ഉത്തരവാദികളല്ല എന്നും ഇതിനാൽ അറിയിച്ചുകൊള്ളു. ഈ അടുത്ത കാലത്തായി എറണാകുളത്തെ ഒരു വീട്ടിൽ എടാ മാഷ് ശരിയല്ല. ഇങ്ങനെ എപ്പോഴും എന്റെ പുറകെ ഇങ്ങനെ പോയാൽ അവന്റെ പരീക്ഷ എഴുതാൻ നമുക്ക് തോന്നില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റുള്ളൂ. ആ അത് തന്നെടാ, നാളൊരു മാസം കോളേജിൽ വരുന്നത്. പൈസ നമുക്ക് റെഡിയാക്കാം. എങ്ങനെയൊക്കെ നീ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ഒന്ന് സെറ്റാക്ക്. നീ കേട്ടോ, നമ്മുടെ മോനും മാഷ്ക്ക് പണി കൊടുക്കണമെന്ന്. കോളേജിൽ പോയി പഠിച്ച് പാസ്സാവണതിന് പകരം മനുഷ്യ മത്തം കുത്തിയ കുമ്പളം മുളയ്ക്കോ? നിങ്ങളൊക്കെ പണ്ട് കോളേജിൽ കാണിച്ചു വെച്ചതേ മക്കള് തിരിച്ചു തരുന്നു, അത്രേ ഉള്ളൂ. ഈശ്വര, അഹമ്മദ് സാർ. 90കളിലെ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ദിനം. ജോണി വാക്കറിലെ മമ്മൂട്ടിയുടെ സ്റ്റെപ്സ് പൊളിച്ചുട്ടോ തന്നെ. ജോസഫേട്ടാ ആ പാട്ടൊന്നിട്ടേ. ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ അയ്യോ ലാബ് എക്സാം ടൈമായി, വേഗം വാ. എടാ സന്തോഷേ, ദേ പോക ടെസ്റ്റ് പ്രകാരം ഇതല്ലോ വരണ്ട കിടിയേ. തനിക്ക് ഇതും വലിയ പിടിയില്ല അല്ലേ? അഹമ്മദ് സാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കാൻ. വയറ്റിപ്പോഴും മുട്ടിക്കില്ലട്ടാ. ഇതങ്ങനെ വിട്ടാ പറ്റില്ല. ഈ പുക ഇനി എങ്ങനെ കെടുത്തും? അതല്ലടാ, ഈ അഹമ്മദ് സാർ നമുക്കൊരു പാരയാണല്ലോ. കോയ വരട്ടെ, നമുക്ക് പ്ലാൻ ചെയ്യാം. അതേ കോളേജിൽ മറ്റൊരു ദിവസം ഹോസ്റ്റൽ വരാന്തയിൽ. നീ അറിഞ്ഞ നാളെ തെർമോഡൈനാമിക്സ് ടെസ്റ്റ് ഉണ്ടെന്ന്? അതെപ്പോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. ഇടയ്ക്കെങ്കിലും ക്ലാസിന്റെ വഴിക്കൊക്കെ വരണം കിടിയേ. നിനക്കറിയോ, നീ കുറെ ക്ലാസിന്റെ വഴിക്കൊക്കെ പോയതായിരുന്നല്ലോ. പരീക്ഷ ഉണ്ടെന്നറിയാം. ഓ, അഹമ്മദ് സാറാണ്, തുണ്ടും പറ്റില്ല. അപ്പൊ പിന്നെ സ്കൂട്ടല്ലേ? എന്നാ പിന്നെ നമുക്ക് പരലവർത്തിയാലോ? 28 നല്ലത്. അതിൽ കുറച്ച് ഡൈനാമിക്സ് ഒക്കെ ഉണ്ടല്ലോ. ഓടിക്കോ. ഇവനൊക്കെ ഇവിടെ പഠിക്കാനാണോ വരുന്നത്? വാടകയും തരില്ല, നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കലും. എല്ലാത്തിനും എനിക്കറിയാം, ഒരുത്തനും ഇപ്രാവശ്യം പരീക്ഷ എഴുതത്തില്ല. പണിയാകൂ. അത് പണിയാവട്ടെ കിടികളെ. കോയ, എന്നാ നീ ഒരു പ്ലാൻ പറ. ഒറ്റ വഴിയുള്ള കിടികളെ. അഹമ്മദ് സാറ് മിനിമം ഒരു മാസം കോളേജിൽ പഠിക്കണമല്ലോ. ഞാൻ ആ ഉഡായിപ്പ് സ്റ്റാലിന്റെ അടുത്ത് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഉഡായിപ്പ് സ്റ്റാലിനാ? അങ്ങനെ
മുഹമ്മദ് സാറിനെതിരായ പടക്കാഹളവുമായി ആ 4 പേരും ഉഡായിപ്പ് സ്റ്റാലിനു വേണ്ടി കാത്തിരുന്നു. ഉഡായിപ്പ് വരില്ലേ? അവൻ ഒരു തവണ സുന്യ 100 തവണ സുന്യ മതി. ഉഡായിപ്പിന്റെ ബുള്ളറ്റ് അത്. ഇവിടെയെല്ലാം ക്ലിയർ ഉണ്ട് ബസ്സേ, കേറി പോരട്ടാ. ആരാടാ ഇതില് കോയ? നീയാണോ? എടകേടി, ഞാൻ ഇങ്ങനത്തെ ചീള് കേസൊന്നും എടുക്കാറേ ഇല്ല. കാരണം ഞാൻ ഈ ഇട്ടാവട്ടത്ത് കളിക്കുന്ന ആളെ അല്ല. പിന്നെ സോമൻ പറഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ നോക്കാമെന്ന് പറഞ്ഞു. ഓക്കെ, സോമനിക്ക പറഞ്ഞു. എന്റെ വേണ്ട കിടിയെ, കൈ വെട്ടണോ, കാല് മുറിക്കണോ, തലയെ അങ്ങോട്ട് പിടയ്ക്കണോ? അത് പിന്നെ അങ്ങനെ കൈയൊന്ന് പിടിച്ചാ മതി. 1 മാസം കോളേജിൽ പഠിക്കണമല്ല. ഇത് ചീള് കേസ്. ആരാ സ്കെച്ച്? അത് ഞങ്ങളുടെ മാഷ. എന്ത് മാഷ? മാഷിനെ തല്ല നന്ദി എന്നെ വിളിക്കുന്നേ? ഇതൊന്നും നടക്കത്തില്ല കേട്ടാ. വിട്ടുപിടി. നീ ഇങ്ങടാ നോക്കിയേ, വാടക കൊടുത്തില്ല തിരിച്ചു പോകാൻ സ്ഥലമില്ലേട്ടാ. ഇതൊക്കെ 10,000 പേടിച്ച് കാര്യം നടത്താം. അങ്ങനെ പറയല്ലേ ചേട്ടാ. ഞങ്ങള് ഒരു 50,000 രൂപ തരാം. ഇത് ഈ കൊട്ടേഷൻ എങ്ങനെയെങ്കിലും ഒന്ന് എടുക്കും. അപ്പൊ അഡ്വാൻസ് 25, അടി കഴിഞ്ഞിട്ട് 25. ഓക്കെ അല്ലേ? മാഷ് എവിടെ കിട്ടും? അതാ കർത്തവ്യനിരതനായി ഉഡായിപ്പ് സ്റ്റാലിൻ സ്റ്റാഫ് ക്വാർട്ടേഴ്സ് ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. നീ കോളിംഗ് ബെൽ അടിക്കടാ. എന്തുണ്ടേ, നീ പിള്ളേരെ പാസ്സാക്കില്ലടാ. നിക്ക എടാ മെടക്കേ, നീയാണോടാ സാറ്? ഉഴായിപ്പേ, നീ എന്താ ഇവിടെ? നല്ല ചോദ്യം. എടാ, നിന്റെ കയ്യിലിരിപ്പ് കാരണം എനിക്കൊരു കൊട്ടേഷൻ കിട്ടി നിന്റെ സ്റ്റുഡൻസിന്റെ അടുത്തുനിന്ന്. എന്താണെന്നറിയോ? നിന്റെ കൈ തല്ലി പിടിക്കാൻ. അത് ശരി, നീ ഇപ്പം ഗുണ്ടയാ? എടാ അഹമ്മദ്, നീ കോളേജിലുള്ള സമയത്ത് ഞാൻ ക്യാൻറ്റീനിലായിരുന്നല്ലോ. അപ്പോഴല്ലേ ഞാൻ നിനക്ക് തുണ്ടിടാൻ വന്നിട്ട് ആ കൂടെ പണി കിട്ടി ജോസഫ് ഏട്ടൻ പടയപ്പയത്. പിന്നെ നിനക്കറിയാലോ, എനിക്കറിയാവുന്ന പണി തല്ലാണ്. അതുമായിട്ട് പോകുന്നു. സാമാന്യം തിരക്കേടില്ലാതെ കൊട്ടേഷൻ കിട്ടാറുണ്ട്. കുഴപ്പമില്ല. നിനക്കൊന്നുകൂടെ അറിയാമായിരുന്നില്ലേ? അന്ന് നിന്റെ തുണ്ട് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാൻ തെർമോഡൈനാമിക്സും ഇലക്ട്രിക് ലാബും പാസ്സാവുമായിരുന്നില്ല. ഇവിടെ പ്രൊഫസറും ആവില്ല. പറഞ്ഞു നിൽക്കാതെ പെടക്ക് എന്റെ മച്ചാ. മെടക്കഴിഞ്ഞ വാക്ക് കൊടുത്താല് വാക്കാണ്. നിന്റെ ഒരു കൈ പൊട്ടിച്ചാല് എന്റെ കൊട്ടേഷൻ ക്ലോസ് ആകൂ. അത് ഞാൻ കൈ ഇങ്ങടെ തന്നെ. അങ്ങനെ പറയരുത്. നിന്റെ പിള്ളേർക്ക് ഒരു കൈ സഹായം കൊടുത്താലും പോരെ. നോക്കൂലിക്ക് നോക്കൂലി. ഒരു മഹായുദ്ധം ഒഴിവാക്കി വിജയശ്രീലാളിതനായി നമ്മുടെ സ്വന്തം ഉഡായിപ്പ് സ്റ്റാലിൻ വീണ്ടും ആ പിള്ളേരുടെ അടുത്തേക്ക്. കേട്ടികളെ, നിങ്ങളൊന്നും ഭയപ്പെടണ്ട. എല്ലാം കോംപ്ലിമെന്റ്സ് ആക്കിയിട്ടുണ്ട്. എല്ലാം ഓക്കെയാണ്. കുണ്ട് കളിച്ചിട്ട് കുറച്ചായി. കേറാൻ പറ്റുമോ? കേറുകയൊക്കെ ചെയ്യാം.
പക്ഷെ ഗിരിജയിലെ ട്രിക്ക് ഷോടും കേട്ടോ. സാറും വരുന്നുണ്ടല്ലോ അല്ലേ? സാറിന്റെ ഈ നല്ല മനസ്സിനായിട്ട് എന്റെ മച്ചാൻ സ്വന്തമായിട്ട് എഴുതി തയ്യാറാക്കിയ ഒരു കവിത ഇപ്പൊ പാടും. നന്മകനെ പൊന്മകനെ മുത്തായവനെ പിന്നും ചൊകണിലും കിത്താറിലും പൊന്നായവനെ കാലം കാത്തു വെച്ച രക്ഷകനം കൂട്ടുകാരനെ ഞങ്ങൾ കൂട്ടിനായി വന്നവനെ വിജിതി മാറിപ്പോതി അണ്ണൻ വന്ന ഗ്രൗണ്ടിൽ പോലും കില്ലാടി അണ്ണൻ തനി നാടൻ കൊലമല്ലും കില്ലാടി 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 അണ്ണൻ തനി നാടൻ കൊലമല്ലും കില്ലാടി. റമ്മിച്ചിട്ട് കൊണ്ട് വിദ്യാരംഭം കുത്തുഹരിശ്രീ ആദ്യം ജോക്കർ വരി ശീലം പണ്ടേ ഒപ്പണടിക്കാൻ നെഞ്ചിൽ പൂട്ടി വെച്ചോരംഗക്കളി തീരാത്ത വാശി അണ്ണൻ മീശല്ലാത്തോരാട്ട പുലി ഇടയാൻ വന്നോരുക്കും നിന്നോരുക്കും പണ്ടേ ആപത്ത് കട്ടറമ്മി കൊണ്ട് ഓപ്പണടിച്ച് നായർ പുറത്ത് ഞൊടിയിൽ വിജയെയും തളച്ചിടും കരുത്ത് ഇവനെ പടച്ചുവിട്ട കരുളുക്ക് 10ൽ 10 റമ്മിക്കില്ലാടി അണ്ണൻ തനി നാടൻ കൊലമല്ലു കില്ലാടി റമ്മിക്കില്ലാടി അണ്ണൻ തനി നാടൻ കൊലമല്ലു കില്ലാടി.